ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പൊരിച്ച പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കഴിക്കാനായിട്ട് കറീൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിലാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് പൊടി വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിലോട്ടേക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കപ്പിൽ തന്നെ പച്ചരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊരു കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമ്മൾ വെള്ളം എടുത്ത ആ കപ്പിൽ തന്നെയാണ് ഒരു 1/2 കപ്പ് അളവിൽ കൂടി ഞാൻ പച്ചരിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ നമ്മൾ വെള്ളം എടുത്ത ആ കപ്പിൽ 3 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് അളവിലാണ് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. പൊടിയെല്ലാം നല്ലതുപോലെ നമ്മൾ വാട്ടിയെടുക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. പൊടിയുടെ നന്നായിട്ട് തന്നെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് എണ്ണയാക്കിയിട്ട് ഞാൻ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് എല്ലാം ഒരേ കനത്തിൽ പരത്തിയെടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അടപ്പ് കൊണ്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിയെല്ലാം തന്നെ ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് പുറം നന്നായിട്ട് ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിലാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.